ഈ ഡെന്റൽ കേരീസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ശരിയായ ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്ക്, ശരിയായ ടൂത്ത് ബ്രഷ് സെലക്ഷൻ, ടൂത്ത് പേസ്റ്റിന്റെ സെലക്ഷൻ. അതുപോലെ തന്നെ രാവിലെയുള്ള കൃത്യമായ ബ്രഷിങ്ങും രാത്രി ആഹാരത്തിന് ശേഷം ഉള്ള ബ്രഷിങ്ങിന്റെയും ശരിയായ വിധത്തിലുള്ള ഉപയോഗം. മൂന്നാമത് നമുക്ക് ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കുറെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. സോഫ്റ്റ് ഡയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സോഫ്റ്റ് ഫുഡിന് പകരം കുറച്ച് കടിച്ച് ചവച്ച് ഉപയോഗിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഫോർ എക്സാമ്പിൾ, ക്യാരറ്റ്, ആപ്പിൾ, അധികം പഴുക്കാത്ത പപ്പായ, പേരയ്ക്ക, ഇതെല്ലാം ഒരു 1-2 എണ്ണം ദിവസം മുഴുവനായി കടിച്ച് ചവയ്ക്കുന്നത് വഴി നമുക്ക് പല്ലില് ഒരു സെൽഫ് ക്ലെൻസിങ് എഫക്റ്റ്, അതായത് പല്ലിനും പല്ലിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മസിൽസിനും ഒരു എക്സസൈസ് കിട്ടും. അതാണ് സലൈവറി ഫ്ലോ ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ വായിലുള്ളതെല്ലാം അവിടെ നിന്ന് ഉടനെ തന്നെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഷുഗറിന്റെ അമിതമായ ഉപയോഗം, ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം, ഇവ കുറച്ച് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമത്തുള്ള കാര്യം, കൃത്യമായ ദന്ത പരിശോധനയ്ക്ക് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വിധേയരാകുകയും നമ്മുടെ പല്ലിൽ പോടുകളുണ്ടോ എന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ പല്ല് ക്ലീൻ ചെയ്യാനുള്ള ഫില്ലിങ്ങുകളുടെ ഇന്റഗ്രിറ്റി, അതായത് അത് കറക്റ്റ് ആയിട്ടാണോ എന്ന് നമുക്ക് പരിശോധിച്ച് കൃത്യമായ മെയിൻ്റനൻസ് കെയർ കൊടുക്കുന്നത് വഴി ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.